Children, ഇന്ന് നമ്മൾ ഫോട്ടോസിന്തസിസിൻ്റെ കെമിക്കൽ റിയാക്ഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. അതായത് ഇത് നമ്മുടെ പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്ഫിയർ എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാം പകുതിയായിട്ട് വരും. എന്തെല്ലാം കെമിക്കൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഫോട്ടോസിന്തസിസിൽ നടക്കുന്നതെന്ന്. അതിനു മുന്നേയായി ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ, നിങ്ങൾ വിചാരിക്കുന്നു ഈ ചാനൽ നിങ്ങൾക്കൊരു ഉപകാരപ്രദമായി എങ്കിൽ, പ്ലീസ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ ആൻഡ് അറ്റ് ദ സെയിം ടൈം ഡോണ്ട് ഫർഗെറ്റ് ടു പ്രസ് ദ ബെല്ലൈക്കൺ. നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാവില്ല. അതുകൊണ്ട് അതും കൂടി ചെയ്യുക. ഓക്കെ, സോ വി ക്യാൻ ഗോ ടു ആ ടോപ്പിക്, ദാറ്റ് ഈസ് കെമിക്കൽ റിയാക്ഷൻസ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്. നമുക്കറിയാം, നമ്മൾ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഘടന അല്ലെങ്കിൽ സ്ട്രക്ചർ പഠിച്ച സമയത്ത് ക്ലോറോപ്ലാസ്റ്റിനുള്ളിലൊരു ഡെൻസ് ആയിട്ടുള്ള വളരെ ഗാഠതയേറിയ ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡിനെയാണ് നമ്മൾ സ്ട്രോമ എന്ന് പറയുന്നത്. അതുകൂടാതെ നിങ്ങൾക്കിങ്ങനെ ഒന്നിനു മുകളിലൊന്നായി ചാക്കടുക്കി വെച്ച പോലെ അല്ലേ, സ്റ്റാക്സ് ഓഫ് തൈലക്കോയിഡ്സ് അതുണ്ട്. അതിനെ നമ്മൾ ഗ്രാന എന്നും പറയും. ഈ ഗ്രാനയിലാണ് ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, കെരോട്ടിൻ, സാന്തോഫിൽ എന്നീ കളേർഡ് പിഗ്മെൻറ്റ്സ് വർണ്ണ വസ്തുക്കൾ അടങ്ങിയിരിക്കുന്നത്. അതിൽ ക്ലോറോഫിൽ എ ആണ് ആക്റ്റീവ്ലി ടേക്കിംഗ് പാർട്ട് ഇൻ ഫോട്ടോസിന്തസിസ്. ബാക്കിയുള്ളവരെയൊക്കെ നമ്മൾ ആക്സസറി പിഗ്മെൻറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. കാരണം അവരെല്ലാം സൺലൈറ്റിനെ ശേഖരിച്ച് ഇതിന് കൊടുക്കുന്ന ആളാണ്, ക്ലോറോഫിൽ എക്ക് കൊടുക്കുന്നവരാണ്. അപ്പോൾ ഇത്രയും നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞു, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഗ്രാന ലൈറ്റ് ഫേസ്. ദ ലൈറ്റ് ഫേസ് ഓഫ് ദിസ് ഫോട്ടോസിന്തസിസ് ടേക്സ് പ്ലേസ് ഇൻ ഗ്രാന. ലൈറ്റ് ഫേസ് എന്ന് പറയുന്നത് അതിൽ എന്താണ്, ലൈറ്റ് റിസപ്റ്റേഴ്സ് ഉള്ളത് ഗ്രാനയിലാണ്. ക്ലോറോഫിൽ എ അല്ലെങ്കിൽ ക്ലോറോഫിൽ ബി, സാന്തോഫിൽ, കെരോട്ടിൻ ഇതൊക്കെ ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ലൈറ്റ് ഫേസ് നടക്കുന്നത് ഗ്രാനയിലാണ്. ഹിയർ ലൈറ്റ് ഇസ് യൂസ്ഡ്. ഇവിടെ നടക്കുന്ന ഓരോ പ്രവർത്തനത്തിലും ലൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വാട്ടർ സ്പ്ലിറ്റ്സ് ആൻഡ് ഓക്സിജൻ ഇസ് റിലീസ്ഡ്. രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് വാട്ടർ സ്പ്ലിറ്റ്സ് ആൻഡ് ഓക്സിജൻ ഇസ് റിലീസ്ഡ്. നമുക്കറിയാം വാട്ടറിൽ ആരൊക്കെയാണുള്ളത്, ഹൈഡ്രജനും ഓക്സിജനും. അപ്പോൾ വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുമ്പം ഹൈഡ്രജനും ഓക്സിജനും വേർപെടും. ഹൈഡ്രജനും ഓക്സിജനിൽ നിന്ന് ഓക്സിജനെ അത് സ്വീകരിച്ച് ഹൈഡ്രജനെ അത് സ്ട്രോമയിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. വാട്ടർ സ്പ്ലിറ്റ്സ് ആൻഡ് ഓക്സിജൻ ഇസ് റിലീസ്. എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഓക്സിജൻ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ ലൈറ്റ് റിയാക്ഷൻ ആവശ്യമുള്ള, ലൈറ്റ് ഫേസിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അതായത് വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴാണ്, സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ റിലീസസ് oxygen. That is the answer. The splitting of water releases oxygen and hydrogen reaches the stroma. അങ്ങനെ വാട്ടർ റിലീസ് ചെയ്യും, വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുമ്പം ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാവും. ആ ഹൈഡ്രജനാണ് സ്ട്രോമയിൽ എത്തിച്ചേരുന്നത്. ലൈറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു കെമിക്കൽ എനർജി ആൻഡ് സ്റ്റോർഡ് ഇൻ ATP. ലൈറ്റ് എനർജി എവിടെ നിന്നാണ് വരുന്നത്? സൺലൈറ്റിൽ നിന്ന്. സൺലൈറ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് എനർജി ദാറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു കെമിക്കൽ എനർജി ആൻഡ് സ്റ്റോർഡ് ഇൻ ATP. ATP മീൻസ് അഡെനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ആ ATPയിലാണ് എനർജി സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും റിയാക്ഷൻസ് ആണ് ഗ്രാനയിൽ നടക്കുന്നത്. ലൈറ്റ് യൂസ് ചെയ്യുന്ന റിയാക്ഷൻ ഗ്രാനയിലാണ് നടക്കുന്നത്. നമ്മൾ വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്ത് ഹൈഡ്രജനും ഓക്സിജനുമായി വേർതിരിക്കും. ഓക്സിജൻ ഗ്രാനയിലുണ്ടായിരിക്കും, ഹൈഡ്രജൻ സ്ട്രോമയിലേക്ക് പോകും. പിന്നെ നമ്മൾ പറയുന്നത് ലൈറ്റ് എനർജി എന്ത് എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യും? കെമിക്കൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യും. അത് സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? ATP, അഡെനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഓക്കെ, ഇനി സ്ട്രോമയിൽ എന്ത് റിയാക്ഷൻസ് ആണ് നടക്കുന്നത് നോക്കാം. ദ ഡാർക്ക് ഫേസ് ഓഫ് ഫോട്ടോസിന്തസിസ് ടേക്സ് പ്ലേസ് ഇൻ സ്ട്രോമ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എക്സാമിന് വരുന്നതായിരിക്കും. കാരണം എവിടെയാണ് ലൈറ്റ് ഫേസ് നടക്കുന്നത്, എവിടെയാണ് ഡാർക്ക് ഫേസ്. അപ്പോൾ ഡാർക്ക് ഫേസ് നടക്കുന്നത് സ്ട്രോമയിലാണ്. ഹിയർ ലൈറ്റ് ഇസ് നോട്ട് യൂസ്ഡ്. ഒരു മേജർ ഡിഫറൻസ് ആണ് അല്ലേ. നിങ്ങൾക്ക് ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരാം, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ലൈറ്റ് ഫേസ് ആൻഡ് ഡാർക്ക് ഫേസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആൻസർ എഴുതാവുന്നതാണ്. ലൈറ്റ് ഇസ് നോട്ട് യൂസ്ഡ്. ലൈറ്റ് ഇവിടെ ഉപയോഗിക്കുന്നില്ല, ലൈറ്റിൻ്റെ ഉപയോഗം വരുന്നില്ല. എനർജി ഇൻ ATP ഇസ് യൂസ്ഡ് ടു കമ്പൈൻ ഹൈഡ്രജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ടു പ്രൊഡ്യൂസ് ഗ്ലൂക്കോസ്. സോ നമ്മൾ എനർജി ATPയിൽ കെമിക്കൽ എനർജി സ്റ്റോറേജ് ചെയ്തിട്ടുണ്ട്. ആ എനർജി യൂസ് ചെയ്തിട്ട് ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്നിട്ട് ഗ്ലൂക്കോസായി മാറും. നമുക്കറിയാം ഗ്ലൂക്കോസിൽ C6H12O6 കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൽ കാർബണും ഓക്സിജനും ഉണ്ട്, പിന്നെ ഹൈഡ്രജനും കൂടി കമ്പൈൻ ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജനും കമ്പൈൻ ചെയ്ത് കൂടി ചേർന്ന് ഗ്ലൂക്കോസായി മാറും. ഇതെവിടെയാണ് നടക്കുന്നത്? സ്ട്രോമയിൽ, അതായത് ഡാർക്ക് ഫേസിലാണ് ഇത് നടക്കുന്നത്. അവിടെ ലൈറ്റ് ഉപയോഗിക്കുന്നില്ല, മറിച്ച് ATPയിൽ നിന്നും എനർജി സ്വീകരിച്ച് കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജനും ചേർന്നിട്ട് ഗ്ലൂക്കോസായി മാറുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം ഹൈഡ്രജൻ എവിടെ നിന്നാണ് വന്നതെന്ന്.
ഡാർക്ക് ഫേസ് ഇസ് ഓൾസോ കോൾഡ് കാൽവിൻ സൈക്കിൾ. ഡാർക്ക് ഫേസിൻ്റെ വേറൊരു പേരാണ് കാൽവിൻ സൈക്കിൾ. അങ്ങനെ ഒരു പേര് വരാനുള്ള കാരണം എന്താണ്? ഈ ഡാർക്ക് ഫേസിൽ റിയാക്ഷൻസിനെ കുറിച്ചൊക്കെ ആദ്യമായി പഠനം നടത്തി അത് കണ്ടുപിടിച്ചത് മെൽവിൻ കാൽവിൻ എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥമാണ്. ഇൻ മെമ്മറി ഓഫ് ദാറ്റ് സയൻറ്റിസ്റ്റ് ദേ ഗേവ് ദ സൈക്കിൾ കാൽവിൻ സൈക്കിൾ. കാൽവിൻ സൈക്കിൾ എന്ന പേര് വരാനുള്ള കാരണം ആ ഡാർക്ക് ഫേസിലുള്ള റിയാക്ഷൻസിനെ കുറിച്ച് ആദ്യമായി സ്റ്റഡി നടത്തിയിട്ട് അതെല്ലാം കണ്ടുപിടിച്ച ആൾ മെൽവിൻ കാൽവിൻ എന്ന സയൻറ്റിസ്റ്റ് ആയതുകൊണ്ടാണ്. അപ്പം ഡാർക്ക് ഫേസിൽ ലൈറ്റ് ഉപയോഗിക്കുന്നില്ല, നേരെ മറിച്ച് ATPയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എനർജി എടുത്തിട്ട് ഹൈഡ്രജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും കമ്പൈൻ ചെയ്ത് ഗ്ലൂക്കോസ് ആക്കി മാറ്റുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഫോട്ടോസിന്തസിസിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പ്രവർത്തനം. നമുക്കറിയാം ഫോട്ടോസിന്തസിസിൻ്റെ ഫൈനൽ എന്ന് പറയുന്നത് ഗ്ലൂക്കോസാണ് അല്ലേ. ഗ്ലൂക്കോസും ഓക്സിജൻ റിലീസ് ചെയ്യും, ഗ്ലൂക്കോസ് ഉണ്ടാകും. അപ്പോൾ ആ ഗ്ലൂക്കോസ് ഉണ്ടാകുന്നത് ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുമുള്ള ടേബിളാണ്. ഇൻഡിക്കേറ്റേഴ്സ് ലൈറ്റ് ഫേസ്, ഡാർക്ക് ഫേസ്. ലൊക്കേഷൻ, ലൈറ്റ് ഫേസിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്? ക്ലോറോപ്ലാസ്റ്റ്. ഡാർക്ക് ഫേസ് നടക്കുന്നത് ക്ലോറോപ്ലാസ്റ്റിൽ തന്നെയാണ്. പക്ഷേ ലൈറ്റ് ഫേസ് നടക്കുന്നത് ക്ലോറോപ്ലാസ്റ്റിലെ ഗ്രാനയിലാണ്. ഡാർക്ക് ഫേസ് നടക്കുന്നത് ക്ലോറോപ്ലാസ്റ്റിലെ സ്ട്രോമയിലാണ്. ഞാനത് എഴുതാൻ വിട്ടുപോയതാണ്. അപ്പം നിങ്ങൾ ബ്രാക്കറ്റിൽ എഴുതണം ലൈറ്റ് ഫേസ് ക്ലോറോപ്ലാസ്റ്റ് ബ്രാക്കറ്റ് ഗ്രാന, ഡാർക്ക് ഫേസ് ക്ലോറോപ്ലാസ്റ്റ് ബ്രാക്കറ്റ് സ്ട്രോമ. ഓക്കെ, ദെൻ ആക്ഷൻ. 1 minute. ഓക്കെ, ആക്ഷൻ. റിലീസ് ഓഫ് ഓക്സിജൻ ബൈ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ. ലൈറ്റ് ഫേസിൽ എന്ത് റിയാക്ഷനാണ് നടക്കുന്നത്? റിലീസ് ഓഫ് ഓക്സിജൻ ബൈ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ. വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഹൈഡ്രജനും ഓക്സിജനെയും റിലീസ് ചെയ്യുന്നു. ഡാർക്ക് ഫേസിൽ കമ്പൈൻ ഹൈഡ്രജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. അവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ വരുന്ന ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും തമ്മിൽ യോജിക്കുന്ന ഒരു പ്രവർത്തനം. അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്താണ്? ലൈറ്റ് ഫേസിൽ കെമിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഡാർക്ക് ഫേസിൽ ഗ്ലൂക്കോസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെസസിറ്റി ഓഫ് ലൈറ്റ്. ലൈറ്റ് ഫേസിൽ ലൈറ്റ് ഇസ് നെസസറി, യെസ്. ഡാർക്ക് ഫേസിൽ ലൈറ്റ് ഇസ് നോട്ട് നെസസറി, അതുകൊണ്ട് നമ്മൾ നോ എന്ന് എഴുതി. ദെൻ ATP. ലൈറ്റ് ഫേസിൽ ATP ഫോം ചെയ്യുന്നു, ഡാർക്ക് ഫേസിൽ ATP ഉപയോഗിക്കപ്പെടുന്നു, അതായത് യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നു. ഇതാണ് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ട് നമ്മളതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എഴുതാനുള്ളൊരു കാര്യം ലൊക്കേഷനിൽ ക്ലോറോപ്ലാസ്റ്റ് ബ്രാക്കറ്റിൽ ഗ്രാന എന്ന് എഴുതണം, ഡാർക്ക് ഫേസ് ക്ലോറോപ്ലാസ്റ്റിൻ്റെ ബ്രാക്കറ്റിൽ സ്ട്രോമ എന്ന് എഴുതണം. ഓക്കെ, ഡാർക്ക് ഫേസ് നടക്കുന്നത് സ്ട്രോമയിലാണ്, ലൈറ്റ് ഫേസ് നടക്കുന്നത് ഗ്രാനയിലാണ്. ഓക്കെ, അടുത്തതായിട്ട് കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഫോട്ടോസിന്തസിൻ്റെ ഷോർട്ട് ഫോം ആണ്. ഈ ഇക്വേഷൻ നിങ്ങളെല്ലാവരും പഠിച്ചിരിക്കണം. ഓക്കെ, ഇത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഇക്വേഷനാണ് 6CO2 + 6H2O ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ. അത് ആരോ മാർക്കാണ്, അത് ക്ലിയർ ആയിട്ടുള്ള ടൈപ്പ് ചെയ്തപ്പോൾ അത് ആരോ മാർക്കാണ്. ആരോ മാർക്കിൻ്റെ മുകളിലും താഴെയുമായിട്ട് സൺലൈറ്റും ക്ലോറോഫിലും എഴുതണം. കാരണം സൺലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ ആർ റിക്വയർഡ് ഫോർ ദ റിയാക്ഷൻ ടു ടേക്ക് പ്ലേസ് അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറിനോടൊപ്പം തന്നെ സൺലൈറ്റും ക്ലോറോഫിലും ഉണ്ടെങ്കിൽ മാത്രമേ കെമിക്കൽ റിയാക്ഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ആരോ മാർക്കിൻ്റെ മുകളിലും താഴെയുമായിട്ട് സൺലൈറ്റ് എന്നും ക്ലോറോഫിൽ എന്നും എഴുതണം. 6CO2 + 6H2O in presence of sunlight and chlorophyll gives C6H12O6 plus 6O2. Glucose. C6H12O6 means glucose. Glucose plus 6 molecules of oxygen. 6O2. O2 means oxygen. Now, അങ്ങനെ ഉണ്ടാക്കിയ ഈ ഗ്ലൂക്കോസിന് എന്താണ് ചെയ്യുക? അങ്ങനെ ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഗ്ലൂക്കോസ് അത്രയ്ക്കധികം ഒരു പ്ലാന്റിന് ആവശ്യമില്ല. അത് ഉണ്ടാക്കുന്ന ഗ്ലൂക്കോസിനേക്കാളും വളരെ കുറച്ച് മാത്രമേ അതിന് ഗ്ലൂക്കോസ് ആവശ്യമുള്ളൂ അതിൻ്റെ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കിയുള്ളത് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കണം അല്ലേ. നമ്മുടെ വീട്ടിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ബാക്കി വന്നാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ അതിനെ പ്രിസർവ് ചെയ്ത് വെക്കും, കേട് വരാതിരിക്കാം, അതിനെ നെക്സ്റ്റ് ഡേ യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ അല്ലേ. അപ്പോൾ അതുപോലെ ഫുഡ് പ്ലാന്റ്സിൽ ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അധികമായി കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫോട്ടോസിന്തസിസ് ഗ്ലൂക്കോസ്. ഫോട്ടോസിന്തസിസിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ് ഗ്ലൂക്കോസ്. ആ ഗ്ലൂക്കോസിനെ എന്തായിട്ടാണ് മാറ്റപ്പെടുന്നത്? സ്റ്റാർച്ച്. ഗ്ലൂക്കോസ് എന്തായിട്ടാണ് മാറ്റപ്പെടുന്നത്? സ്റ്റാർച്ചായിട്ട് മാറ്റപ്പെടും. ഈ സ്റ്റാർച്ച് സൂക്രോസ് എന്ന് പറയുന്ന ഷുഗറായിട്ട് മാറും. സൂക്രോസ് എന്ന് പറയുന്ന ഷുഗർ, ആ സൂക്രോസ് മെറ്റബോളിക് ആക്ടിവിറ്റീസ്, പ്ലാന്റ്സിന് ഒരുപാട് മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഉണ്ട്. ആ ആക്ടിവിറ്റീസിലൂടെ അത് വ്യത്യസ്ത രൂപങ്ങളിലായിട്ട് അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. നോക്കൂ, സ്റ്റാർച്ച് സ്റ്റോർഡ് ഇൻ ട്യൂബേഴ്സ്, കിഴങ്ങ് വർഗ്ഗങ്ങളിലൊക്കെ ട്യൂബറുകളിലൊക്കെ ഇത് സ്റ്റാർച്ചായിട്ട്
സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇനി ലെഗ്യൂംസിലാണെങ്കിൽ നമ്മൾ പയറുവർഗ്ഗങ്ങളിലൊക്കെ അത് പ്രോട്ടീൻ്റെ രൂപത്തിലാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഓയിൽ സീഡ്സ് എന്ന് പറയുമ്പോൾ നിലക്കടലയൊക്കെ പോയിട്ടുള്ള അല്ലെങ്കിൽ കടുക്, അതൊക്കെ ഓയിൽ സീഡ്സിൽ വരുന്നതാണ്. അപ്പോൾ അതൊക്കെ എന്താണ്, അതിലൊക്കെ ഫാറ്റായിട്ടാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. എണ്ണകളൊക്കെ അതൊക്കെ ആട്ടിയിട്ടല്ലേ എണ്ണ ഉണ്ടാക്കുന്നത്, അതിലൊക്കെ ഫാറ്റാണുള്ളത്. ഇനി ഫ്രക്ടോസ്, ഫ്രൂട്ട് ഷുഗറിനെയാണ് നമ്മൾ ഫ്രക്ടോസ് എന്ന് പറയുന്നത്. ഫ്രൂട്ട്സിലത് ഫ്രക്ടോസ് എന്ന ഷുഗറിൻ്റെ രൂപത്തിലാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഷുഗർ കെയിൻ, കരിമ്പിലാകട്ടെ അത് സൂക്രോസ് എന്ന ഫോമിലാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ഫോട്ടോസിന്തസിസിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഫുഡ് അത് വെറും ഗ്ലൂക്കോസ് ആയിട്ടല്ല ഉള്ളത്. ഗ്ലൂക്കോസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോസിന് പിന്നെ കൺവേർട്ട് ആകപ്പെടുന്നത്, ഗ്ലൂക്കോസ് സ്റ്റാർച്ചായി മാറും, സൂക്രോസ് ആയിട്ട് മാറും. അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ, സസ്യത്തിൻ്റെ അല്ലെങ്കിൽ പ്ലാന്റ്സിൻ്റെ വിവിധ ഭാഗങ്ങളത് വ്യത്യസ്ത രൂപങ്ങളിലായിട്ടാണ് അത് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഒന്നാമത്തേത് നമുക്കറിയാം ട്യൂബേഴ്സ്, കിഴങ്ങ് വർഗ്ഗങ്ങളിൽ അത് സ്റ്റാർച്ചിൻ്റെ രൂപത്തിൽ, ലെഗ്യൂംസ് പയറുവർഗ്ഗങ്ങളിലൊക്കെ അത് പ്രോട്ടീൻ്റെ രൂപത്തിലാണ്, ഓയിൽ സീഡ്സിൽ എണ്ണക്കുരുക്കളിൽ അത് ഫാറ്റിൻ്റെ രൂപത്തിലുണ്ട്, ഫ്രൂട്ട്സിലാകട്ടെ അത് ഫ്രക്ടോസ് എന്ന് പറയുന്ന ഷുഗറിൻ്റെ രൂപത്തിലാണ്, ഷുഗർ കെയിൻ കരിമ്പിൽ അത് സൂക്രോസ് എന്ന ഷുഗർ ഫോമിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ വ്യത്യസ്ത രൂപങ്ങളിലായിട്ട് അത് പ്ലാന്റ്സ് അതിനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ് വ്യത്യസ്ത ഭാഗങ്ങളിലായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഫോട്ടോസിന്തസിസിൻ്റെ കെമിക്കൽ റിയാക്ഷനിൽ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്നൊന്ന് ഒന്നോ രണ്ടോ തവണ ഈ വീഡിയോ കണ്ടു നോക്കുക. അതിനുശേഷം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ ഡൗട്ടും ക്ലിയർ ആവുന്നതാണ്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ.